നമസ്കാരം, ഞാൻ ഡോക്ടർ അന്നു വർഗീസ്, പാലന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ്. ഇന്ന് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ഈ വർഷത്തെ ലോക ക്ഷയരോഗ ദിന തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ എൻഡ് TB, ഇൻവെസ്റ്റ്, കമ്മിറ്റ് ആൻഡ് ഡെലിവർ എന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ രോഗനിർണയമോ ചികിത്സയോ സാധ്യമാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ രോഗനിർണയവും ചികിത്സയും എന്തിനേറെ പറയുന്നു മരുന്നുകൾക്ക് പ്രതികരിക്കാത്ത മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർകുലോസിസ് എന്നറിയപ്പെടുന്നവയെ വരെ വളരെ സക്സസ്ഫുള്ളായി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത്. ഇതിന് ഏറ്റവും സഹായമായി വന്നിരിക്കുന്നത് ഗവൺമെൻറ്റും NGOs പോലെ WHO പോലുള്ള അസോസിയേഷൻസ് ചേർന്ന് നടത്തിയിരിക്കുന്ന റിസർച്ചും അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത രീതികളുമാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ചുമ മാത്രമാണ് ക്ഷയരോഗത്തിൻ്റെ രോഗലക്ഷണം അല്ല. അതായത് 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ പോലെ തന്നെ ചെറിയ തോതിലുള്ള പനി, കുറച്ചധികം നാൾ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ അനുഭവപ്പെടുന്ന ചെറിയ തോതിലുള്ള പനി, വിശപ്പില്ലായ്മ, അസ്വാഭാവികമായി ഒരു വ്യക്തിയിൽ വെയിറ്റ് കുറവ് വരുന്നത്, ഇതെല്ലാം ക്ഷയരോഗത്തിൻ്റെ ലക്ഷണമാണ്. ക്ഷയരോഗം ലങ്സിനെ മാത്രം ബാധിക്കുന്ന രോഗാവസ്ഥയല്ല, ശരീരത്തിൻ്റെ മറ്റവയവങ്ങളെയും കഴലകൾ, കുടൽ, തലച്ചോറ് മുതലായ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന രോഗാവസ്ഥയാണ്. അപ്പോൾ ക്ഷയരോഗത്തിൻ്റെ രോഗലക്ഷണം ചുമ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല. കഴലകളിൽ അനുഭവപ്പെടുന്ന വേദന അല്ലെങ്കിൽ കഴല വീക്കങ്ങൾ, കുടലുകളുമായി ബന്ധപ്പെട്ട് മലബന്ധത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ, ബ്രെയിനിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്, ഇതെല്ലാം തന്നെ ക്ഷയരോഗത്തിൻ്റെ ഒരു രോഗലക്ഷണമായി അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ ക്ഷയരോഗ നിർണയത്തിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം അവബോധം നമ്മുടെ ഇടയിലുള്ളപ്പോൾ നമ്മൾ കൂടുതലായി എന്ത് ചെയ്യണം? ക്ഷയരോഗം എന്ന രോഗത്തെ ഈ രോഗത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുകൾ, അതായത് ഷുഗർ, ക്യാൻസർ, HIV മുതലായ രോഗാവസ്ഥയിൽ, അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻറ്റ്, നമ്മുടെ വിവിധതരം രോഗങ്ങൾക്ക് ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരിൽ പെട്ടെന്ന് ക്ഷയരോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗികളെ നമ്മൾ കൂടുതലായി ക്ലോസ് മോണിറ്റർ ചെയ്ത് അവരിൽ ഈ രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്ന രോഗി പരിചരണം നടത്തുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്നത്, രോഗാവസ്ഥ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ രോഗിയിൽ നിന്ന് വേറൊരു ആൾക്ക് ഈ രോഗാവസ്ഥ പകരാതെ നമ്മൾ സൂക്ഷിക്കണം. കോവിഡിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അറിയാമെന്ന് മാത്രമല്ല നമ്മളെല്ലാവരും നന്നായി മാസ്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഈ ശീലം തുടർന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ രോഗാവസ്ഥയിൽ അറ്റ്ലീസ്റ്റ് ലങ്സിനെ ബാധിക്കുന്ന ക്ഷയരോഗത്തിൻ്റെ പകരുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രോഗീന്റെ ചുറ്റുപാടുമുള്ളവരെ രക്ഷിക്കാൻ സാധിക്കും. ചുമയ്ക്കുമ്പോൾ ഒരു തുവാൽ ഉപയോഗിച്ചോ മറ്റോ നമ്മുടെ മൂക്കും വായും കവർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ രോഗികൾക്ക് ചുമ വരുന്ന ആ ഒരു സ്പ്യൂട്ടം പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക. ഇതെല്ലാമാണ് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. അതുപോലെ തന്നെ ഒന്നാണ്, കഫക്കെട്ടുണ്ട് എന്നാൽ കഫം പുറത്തേക്ക് വരുന്നില്ല. ക്ഷയരോഗ ചികിത്സ അല്ലെങ്കിൽ രോഗനിർണയം സാധ്യമാകുക ഈ കാലഘട്ടത്തിൽ ബ്രോങ്കോസ്കോപ്പി മുതലായ അഡ്വാൻസ്ഡ് മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് ശ്വാസകോശത്തിലോട്ട് ട്യൂബിട്ട് കഫം ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവസാനമായിട്ടുള്ള ഒന്നാണ് രോഗനിർണയത്തിന് ശേഷം ചികിത്സയിൽ നമ്മൾ പാലിക്കേണ്ട കൃത്യത. രോഗം സ്ഥിരീകരിച്ച ഡോക്ടർ പറയുന്ന കാലയളവിൽ കൃത്യമായിട്ട് ആ TB മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് TB മരുന്നിനോട് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ TB മരുന്നുകൾക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് മോണിറ്റർ ചെയ്യാൻ ഡോക്ടർ പറയുന്ന കാലയളവിൽ നമ്മൾ റെഗുലർ ഹോസ്പിറ്റൽ വിസിറ്റ്സ് നടത്തി ഈ സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലെങ്കിൽ രോഗാവസ്ഥ നല്ല രീതിയിൽ റെസ്പോൺസ് വരുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ചികിത്സയുടെ ഭാഗമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ ക്ഷയരോഗം നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ രോഗികളും ഡോക്ടർമാരും മാത്രമല്ല, രോഗികളെ ശുശ്രൂഷിക്കുന്ന ആൾക്കാരുകൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ അധികം വൈകാതെ രോഗനിർണയത്തിന് രോഗിയെ കൊണ്ടുവരിക. രോഗാവസ്ഥ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് മരുന്നുകൾ എടുക്കുക. ഇതെല്ലാം തന്നെ ഇതിൽ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്.